നമ്മളങ്ങനെ കലാമത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ മത്സരാർത്ഥികളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സമയം സംസാരിച്ചത്. പക്ഷേ ഈ മത്സരങ്ങൾ കാണാനെത്തുന്ന കാണികളെ കുറിച്ച് കൂടി സംസാരിക്കണ്ടേ. അതിൽ ഇന്നലെ അമൽ പോയി കണ്ട ഒരു വെറൈറ്റി സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഒരു സ്ത്രീ വർഷങ്ങളായി വീൽ ചെയറിലാണ് അവർക്ക് കലാമത്സരങ്ങൾ കാണാനുള്ള ഒരു വേദി കൂടിയായിരുന്നു ഇത്തവണത്തെ 64ാമത് സ്കൂൾ കലോത്സവം. ഊഴം കാത്തു നിൽക്കുന്ന കുട്ടികൾക്കിടയിലേക്കാണ് പുഞ്ചിരിയുമായി സാവിത്രിയമ്മ എത്തിയത്. പറയാനും കേൾക്കാനും വിശേഷങ്ങൾ നിരവധി. പക്ഷാഘാതം 16 വർഷമായി വീൽ ചെയറിൽ ഇരുത്തിയെങ്കിലും ആൾക്കൂട്ടങ്ങളായിരുന്നു ഈ 89-കാരിയുടെ ഇഷ്ടയിടം. അമ്മയുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് കൂട്ടായി മകനും. അമ്മയ്ക്ക് ദിവസം യാത്രകൾ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അമ്മ ചോദിക്കും എന്നെ എവിടേക്കാ പോകണം ചോദിക്കുന്നോട്. അപ്പോൾ അങ്ങനെ ഓരോ അമ്പലങ്ങൾ, അതുപോലെ ഓരോ പാലസ്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോ ദിവസം പോകാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ കലോത്സവം നടക്കല്ലേ, അപ്പോൾ ഗോവിന്ദാറിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഓട്ടമുള്ളിൽ ഉണ്ട് നിന്നു. അപ്പോൾ ഗോവിന്ദാറിൻ്റെ പരിപാടി കാണാം, അതിൻ്റെ കാലത്തുണ്ട് പോകുന്നതാണ്. ഒരുപാട് പരിപാടികൾ തൃശ്ശൂർ പൂരം, അതുപോലെ പുലിക്കളി കാണിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലം പോയി വരാറുണ്ട്. രണ്ട് കൊല്ലമായിട്ട് അടുപ്പിച്ച്. അതിനിപ്പോൾ പിണറായി വിജയനെ കാണിച്ചു കൊടുത്തു, മഞ്ജു വാര്യരെ കാണിച്ചു കൊടുത്തു, IM വിജയനെ കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് മോദിനെ കാണണം, മോഹൻലാലിനെ കാണണം, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. കലാപൂരം സ്വന്തം നാടായ തൃശ്ശൂരിൽ കൊട്ടിക്കയറുമ്പോൾ പൂരത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സാവിത്രിയമ്മ രണ്ടാമത് ചിന്തിച്ചില്ല. കൂടണം ഈ പൂരവും. അടുത്തുള്ളതാണ്, അത് പോയാ പിന്നെ കാണില്ല. ഇപ്പൊ ഒപ്പം എല്ലാവരും വരാറൊക്കെ ഉണ്ട്. ഞങ്ങളെ കണ്ടുകൂട്ടു. വേദിയിൽ പ്രിയം തുള്ളൽ വേദിയാണ്. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണണമെന്ന ആഗ്രഹത്തോടെ സാവിത്രിയമ്മ കണ്ടും കേട്ടും ആസ്വാദനം തുടരുകയാണ്. ക്യാമറാമാൻ ആശ്രയിക്കൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.